റോമാലേഖനം 12:1 നമുക്കറിയാവുന്ന വചനം. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പൊ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധി, ആത്മാവിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രസലോഷ് അത് വരുമ്പോഴാണ് നിങ്ങളുടെ കണ്ണുകൾ നല്ല ക്ലീൻ. നിങ്ങൾക്ക് ശരി മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ മക്കളിലൊക്കെ പൈശാചിക ഭീട് കയറുന്നതേ നിങ്ങൾ അറിയും. ആ കുഞ്ഞ് പഠിക്കുകയല്ല, അത് ഭയങ്കര മാർക്കാണ്. ചിലപ്പം പിശാചിന് നല്ല മാർക്ക് കൊടുക്കും കേട്ടോ. പ്രസലോഷ് ചില നശിപ്പിക്കുന്ന ഇങ്ങനെ പിശാച് വളർത്തിയാണ് നശിപ്പിക്കുന്നത്. പ്രസലോഷ് യുദാസിന് 30 വെള്ളി നാണയം കൊടുത്താണ് അവനെ നശിപ്പിച്ചത്. ചിലർക്ക് പൈസ കൊടുത്ത് നശിപ്പിക്കും, ചിലർക്ക് ജോലി കൊടുത്ത് നശിപ്പിക്കും, ചിലർക്ക് ബിസിനസ് തുടങ്ങാൻ അവസരം കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് നശിപ്പിക്കും, ചിലർക്ക് വീട് ഫ്രീ ആയിട്ട് കൊടുത്ത് നശിപ്പിക്കും, ചിലർക്ക് വിദേശത്ത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിക്കും. ഇതറിയില്ല, എല്ലാം കഴിയുമ്പോഴേ അത് അവന്റെ പ്രവർത്തനം ഒന്നറിയത്തുള്ളൂ. നല്ല വിശുദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവിടെ വേറെ ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലമുറയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പ്രസലോഷ് അച്ഛനീ പറഞ്ഞ വചനമാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 14, 15, 16 വചനം മറക്കരുത്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്നു വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവിടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. മദ്യപാനമൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഡെമോണിക് സ്പിരിറ്റാണ്. പൈശാശക്തി തന്നെയാണ്. പൈശാശക്തിയാണ്, ഡെമോണിക് സ്പിരിറ്റാണ്. ഞാനത് കണ്ടിട്ടുണ്ട്. ആളുകൾ പോകും, പോയി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആളുകൾ അതിൽ നിന്ന് പൂർണ്ണ മോചനം പ്രാപിച്ച് പുറത്തിറങ്ങി വരുവാണ്. ആ സ്പിരിറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും ആ ബന്ധനം വിട്ടുപോകണം. പിന്നെ ഒരിക്കലും ആ വ്യക്തി മദ്യപാനം, എനിക്കൊരു ചില വിദേശത്തുള്ള എൻ്റെ ചില സ്നേഹിതരറിയാം, എനിക്കറിയാവുന്ന ആളുകളാണ്. വർഷങ്ങൾക്ക് ഭയങ്കര മദ്യപാനം, ഇവിടെ കിടന്ന് വലിയ പ്രശ്നത്തിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒന്ന് ധ്യാനം കൂടി പ്രയർ മേടിച്ചു. പ്രയർ കഴിഞ്ഞപ്പോൾ ഇവരിലെ ഈ ഡിമോണിക് സ്പിരിറ്റ് വിട്ടുപോകാം. ആ സ്പിരിറ്റ് വിട്ടുപോയി കഴിഞ്ഞ് പിന്നെ ഇവർ വിദേശത്ത് നിന്ന് മദ്യപാനം ഒക്കെ ഉള്ള നാട്ടിൽ എല്ലാ തിന്മകളും ഇങ്ങനെ നടക്കുന്നതും നല്ല ഹോളി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കും. ഒരു അറിയാതെ ഒരു വൈൻ പോലും കുടിക്കാനായിട്ട് ഒരിടത്ത് പോലും ഒരു താല്പര്യമില്ല അവർക്ക്. കാരണം സ്പിരിറ്റ്, ആ ഒരു അന്ധകാരം ഒരു വിട്ടുപോയി. സ്പിരിറ്റ് ഉണ്ട് അത്. പക്ഷേ നമുക്ക് വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു, ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ കാര്യങ്ങളിലെ മനുഷ്യൻ അങ്ങനല്ല, ഇങ്ങനെ എന്താ കുഴപ്പമില്ല, ഇതെല്ലാം സുഖം, ലോകം എല്ലാം സൃഷ്ടിച്ച ദൈവം നല്ലത് ആസ്വദിക്കാൻ വേണ്ടിയല്ലേ, അല്ല ആഹ്ലാദിക്കാൻ വേണ്ടിയല്ലേ, അതല്ല ഇങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷെ അതല്ല ഒരു കാര്യം. സ്പിരിറ്റ്സ് എന്നതുപോലും നമുക്കറിയത്തില്ല. നമുക്ക് ഇങ്ങനെ തലമുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല. പക്ഷെ അങ്ങനെ തലമുണ്ട്.